നമസ്കാരം. ഏതം ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് റിലീസ് ചെയ്ത ചിത്രങ്ങൾ നേടിയ കളക്ഷൻ ഡീറ്റെയിൽസിനെ കുറിച്ചാണ്. ഇതിൽ നമ്മൾ പ്രധാനമായും പറയുന്നത് 5 ചിത്രങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുള്ളൂ. മാത്രമല്ല, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നിലവിൽ ഒരു റിലീസ് ചിത്രം വലിയ ചരിത്രമാണ് കേരള ബോക്സ് ഓഫീസിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ റിലീസുകളുടെ ഒരു കാലമാണെന്ന് തോന്നുന്നു. ഒരുപാട് ചിത്രങ്ങൾ റിലീസിനായി ഒരുങ്ങുന്നുണ്ട്. ഇത് നല്ലതിനാണോ ചീത്തതിനാണോ എന്ന് നമ്മൾ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും ആ 5 ചിത്രങ്ങളെക്കുറിച്ച്, മലയാളത്തിൽ റിലീസ് ചെയ്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 5 ചിത്രങ്ങളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എന്നെപ്പോലെ ഒരു സാധാരണ യൂട്യൂബർക്ക് മുന്നോട്ട് പോകാൻ ആ പിന്തുണ അത്യാവശ്യമാണ് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. റിലീസ് ചെയ്ത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അത്യാവശ്യം നല്ല കളക്ഷൻ നേടിയ 5 ചിത്രങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ 5ാം സ്ഥാനത്തുള്ളത് നിലവിൽ റിലീസ് ചെയ്ത് വലിയ തരംഗമായിക്കൊണ്ടിരിക്കുന്ന, തിയേറ്ററിൽ വലിയ രീതിയിൽ ഒക്യുപ്പൻസിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രാവണപ്രഭു 4K ഡോൾബി അറ്റ്മോസ് എന്ന ചിത്രത്തെ കുറിച്ചാണ്. ഏതാണ്ട് 6 ദിവസമായി കേരള ബോക്സ് ഓഫീസിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ചിത്രം ഏകദേശം 6 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 3,05,00,000 രൂപ നേടിയിരിക്കുന്നു. ഒരു റിലീസ് ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കളക്ഷനാണ് ഈ ചിത്രം ഇതിനോടകം തന്നെ നേടിക്കഴിഞ്ഞിരിക്കുന്നത്. 4ാം സ്ഥാനത്തുള്ളത് മണിച്ചിത്രത്താഴ് 4K ഡോൾബി അറ്റ്മോസ് ആണ്. 90കളിൽ ഫാസിൽ സംവിധാനം ചെയ്ത ഈ ചിത്രം അന്നത്തെ കാലത്ത് വലിയ ഹിറ്റായിരുന്നു. ഇതിലെ ഗാനങ്ങളും BGM ഒക്കെ ഇപ്പോഴും ട്രെൻഡാണ്. എന്നാൽ പുതിയ കാലത്ത് പുതിയ സാങ്കേതിക വിദ്യയിൽ വന്നപ്പോഴും ഈ ചിത്രം അത്യാവശ്യം നല്ല പ്രേക്ഷകരെ കയ്യിലെടുത്തു എന്ന് തന്നെ വേണം ഇതിൻ്റെ കളക്ഷൻ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ. ഏകദേശം റിലീസ് ചെയ്ത സമയത്ത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 3,10,00,000 രൂപയാണ് ഈ ചിത്രം സ്വന്തമാക്കിയത്. ഇത് ഒരിക്കലും ഒരു ചെറിയ കളക്ഷൻ അല്ല. കാരണം ഒരു റിലീസ് ചിത്രത്തിന് സാധാരണഗതിയിൽ ഈ ലെവലാണ് കളക്ഷനൊക്കെ ഉണ്ടാവുക. അങ്ങനെ നോക്കുമ്പോൾ വലിയ രീതിയിലുള്ളൊരു വിജയം മണിച്ചിത്രത്താഴ് റിലീസ് ചെയ്തപ്പോൾ കേരളത്തിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട്. 3ാം സ്ഥാനത്തുള്ളത് റിലീസുകളുടെ തുടക്കക്കാരൻ, റിലീസുകൾക്ക് വഴിവെട്ടിയവൻ സ്ഫടികം. ഈ ചിത്രം റിലീസ് ചെയ്ത സമയത്ത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത് 3,15,00,000 രൂപയാണ്. വലിയ രീതിയിൽ ആരാധകരുള്ള ഒരു ചിത്രം കൂടിയാണ് സ്ഫടികം എന്ന ചിത്രം. 90കളിൽ ഭദ്രൻ സംവിധാനം ചെയ്ത ഈ ചിത്രം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 4K ഡോൾബി അറ്റ്മോസിലൂടെ ആയിരുന്നു. ആ വേളയിലും ഇതിന്റെ കളക്ഷൻ വൈസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, പ്രേക്ഷകർ ഇരു കൈയും നീട്ടി ഈ ചിത്രത്തെ സ്വീകരിച്ചിട്ടുണ്ട്. 2ാം സ്ഥാനത്തുള്ളത് ഛോട്ട മുംബൈ എന്ന ചിത്രമാണ്. ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഈ വർഷം തന്നെ ഇറങ്ങിയ ഈ ചിത്രം വലിയ രീതിയിലാണ് കേരള ബോക്സ് ഓഫീസിൽ സ്വീകരിക്കപ്പെട്ടത്. വലിയ രീതിയിലുള്ള ആരാധക പിന്തുണയും ഈ ചിത്രം പുതിയ സാങ്കേതിക വിദ്യയിൽ കേരള ബോക്സ് ഓഫീസിൽ എത്തിയപ്പോൾ ലഭിച്ചിരുന്നത്. എന്തായാലും റിലീസ് ചെയ്ത അവസരത്തിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഛോട്ട മുംബൈ എന്ന ചിത്രം നേടിയത് ഏകദേശം 3,61,00,000 രൂപയാണ്. ഒരിക്കലും ഒരു ചെറിയ കളക്ഷൻ അല്ല. റിലീസ് സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള കളക്ഷൻ തന്നെയാണ് ഛോട്ട മുംബൈ റിലീസ് സമയത്ത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലവിൽ റിലീസ് ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത്, ഇറങ്ങിയ സമയത്ത് പ്രേക്ഷകർ അവഗണിച്ചെങ്കിലും പിന്നീട് റിലീസ് സമയത്ത് ഏറ്റെടുത്ത ചിത്രം, റിലീസ് ചെയ്ത സിനിമകളിൽ ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത് ദേവദൂതൻ എന്ന ചിത്രമാണ്. വലിയ രീതിയിലാണ് ഈ ചിത്രം റിലീസ് ചെയ്ത സമയത്ത് പ്രേക്ഷകർ സ്വീകരിക്കപ്പെട്ടത്. 2000 തുടക്ക സമയത്ത് ഇറങ്ങിയ ഈ ചിത്രം അന്നത്തെ കാലത്തിൽ ബോക്സ് ഓഫീസിൽ വലിയ ദുരന്തമായിരുന്നു. എന്നാൽ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഈ ചിത്രം റിലീസ് ചെയ്തപ്പോൾ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. എന്തായാലും കേരള ബോക്സ് ഓഫീസിൽ ദേവദൂതൻ 4K ഡോൾബി അറ്റ്മോസ് എന്ന ചിത്രം റിലീസ് ചെയ്ത സമയത്ത് നേടിയത് ഏകദേശം 4,25,00,000 രൂപയാണ്. വലിയൊരു വിജയമാണ് ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് റിലീസ് സമയത്ത് നേടിയത്. ഒറിജിനൽ കോണ്ടന്റ് ഇറങ്ങിയ സമയത്ത് ഒരു പരാജയമാണെങ്കിലും പിന്നീട് റിലീസ് അവസരത്തിൽ ഇത് വലിയ വിജയം നേടുകയായിരുന്നു. ഈ 5 സിനിമകളാണ് കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ റിലീസ് ചിത്രങ്ങൾ. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് ദയവായി കമന്റ് ചെയ്യുക. എന്തുകൊണ്ടാണ് അത് ഇഷ്ടപ്പെട്ടതെന്നും കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ചും കമന്റ് ചെയ്യുക. ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ നൽകണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു. നന്ദി, നമസ്കാരം.